അതെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മീൻമുട്ട കഴിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച് ചാള മേടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നെ പോലെ? ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് സുന്ദരി ചാള കിട്ടി കേട്ടോ. ഇവൾക്ക് വില കൂടി കിടക്കുന്ന സമയത്ത് ഞാൻ ഇവളുടെ അടുത്ത് പോകാറില്ല കേട്ടോ. ഒരു 100, 150, 200 ആണെങ്കിൽ ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് ചാള കിട്ടി കേട്ടോ. അത് കയ്യോടെ വെട്ടി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുമുണ്ട്. പയറ് നിറയെ മുട്ടയായിരുന്നു കേട്ടോ. അതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മളിവിടെ പരിഞ്ഞിലെന്നാണ് കേട്ടോ പറയാറ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേരാ പറയുന്നത്? അതൊക്കെ ഒന്ന് പറയണം കേട്ടോ. നമുക്കിനി ഒരു അടിപൊളി ചാളക്കറി വെച്ചാലോ? അതിനായിട്ട് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടി പൊട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അതെങ്ങും പൊട്ടിത്തെറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ അടപ്പ് പാത്രം കൊണ്ട് അടച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി അതിന് ശേഷം ഉണ്ടല്ലോ, ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി കറിവേപ്പിലയും ഇത്തിരി പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് 2.5 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കേട്ടോ. ഇതിലിപ്പോൾ ചേർക്കാനായിട്ട് എൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇല്ല കേട്ടോ. അതുകൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയേനെ. അതിനി പൊടിച്ചൊക്കെ എടുത്തെങ്കിലേ ഉള്ളൂ. സാരമില്ല, അത് പോട്ടെ. നമുക്കിതിപ്പോൾ ഇങ്ങനെ വെക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ തന്നെ കുറച്ച് കുടംപുളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് തിളയ്ക്കുമ്പോഴത്തേക്കിനെ നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ ചാളക്കുട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അവർ സമാധാനമായിട്ട് അവിടെ നിന്ന് വേകട്ടെ. ഇന്നിപ്പോൾ ഞാൻ ലൂസാക്കിയിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. കുറച്ച് കുറുക്കിയാണ് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ കറി ഇവിടുന്ന് വേകുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് പണിയുണ്ടല്ലോ, അതങ്ങോട്ട് ചെയ്യാന്നേ. ഇനി നമുക്ക് പരിഞ്ഞിലിൻ്റെ പിറകെ പോയാലോ? അതിലേക്കൊരു ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടേ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് വേവിച്ച്, വെളിച്ചെണ്ണ പിന്നാണ് കേട്ടോ ഒഴിക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേകാൻ വെച്ചിട്ടേ അതൊന്ന് വെന്ത് വറ്റി വരുമ്പോഴത്തേക്കിനും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. ഇങ്ങനെ എടുക്കാനാണ് എനിക്കിഷ്ടം. മസാല പുരട്ടിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കുന്നതിനേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പീര വയ്ക്കാറുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഈ ചാളയുടെ തല ഇഷ്ടപ്പെടുന്നവർ വിചാരിക്കും, ഇത്രയും നല്ല ചാളയുടെ തല ഇവളെവിടെ കൊണ്ട് കളഞ്ഞോ എൻ്റെ ഈശ്വരാന്ന്. എങ്ങും കളഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് ഈ മീനെപ്പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ചാളയുടെ തലയും. അപ്പോൾ പിന്നെ നമ്മൾ മസാലയൊക്കെ പൊട്ടിയിട്ട് അത് പൊരിക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ആയിട്ടുണ്ട്, നമ്മുടെ ചാളത്തല പൊരിച്ചതും ആയിട്ടുണ്ട്, നമ്മുടെ പരിഞ്ഞിൽ നമ്മൾ ഒന്ന് വഴറ്റി ഒന്ന് പൊരിച്ച പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതിനി കാണുന്നവർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും എനിക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്നിവിടെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനും എൻ്റെ മീനാക്ഷിയമ്മയും. അമ്മയും കല്യാണിയമ്മയും കൂടെ മാമൻ്റെ വീട്ടിൽ വിരുന്ന് പോയേക്കാം കേട്ടോ. അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല, ഒരു അനക്കമൊന്നുമില്ല വീട്ടിൽ. നാളെ വരും, എന്നാലും ഒരു സങ്കടം. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. ഇനി അവരൊക്കെ വന്നിട്ട് വേണം ഒന്ന് സന്തോഷമായിട്ടിരിക്കാൻ. അപ്പോൾ എത്രേ ഉള്ളൂ.